ദൈവം തലയോട്ടി മുറിച്ചു അല്ല എടുത്തത്, തലയിൽ നിന്നും അല്ല എടുത്തത്. തലയിൽ ആയിരുന്നെങ്കിൽ പുള്ളിക്കാരിയെ തലയിൽ കയറ്റി വെക്കാമായിരുന്നു. എന്നാൽ കാലയിലും തലയിലും വെച്ചാൽ ദോഷമായതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്തെന്നറിയാമോ? ഇറ്റ് ടുക്ക് എ റിബ് ഫ്രം ദ സൈഡ്, സൈഡിൽ നിന്നെടുത്തു. എന്തിനാണെന്നറിയാമോ? ഇറ്റ്സ് എ പാർട്ണർഷിപ്പ്. ഇത് തക്ക തുണയായിട്ട് ചേർത്ത് നിർത്താനായിട്ട്, സ്നേഹത്തോടെ നിർത്താനായിട്ട്. എനിക്ക് തോന്നുന്നത് വേദപുസ്തകത്തിന് തപ്പല്ലേ, ഇടത് ഭാഗത്തെ റബ്ബീനായിരിക്കും എടുത്തത്. കാരണം അവിടെ ഹാർട്ടുണ്ട്. അപ്പൊ ഹൃദയത്തോടെ ചേർത്ത് വേദപുസ്തകം തപ്പി ഞാൻ ദുരുപദേശം പഠിപ്പിച്ചൊന്നും പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹൃദയം ആ ഭാഗത്ത് നിന്നായിരിക്കാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു പോയി. ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്ന ആ ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈക്വാലിറ്റി. 2, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഓർ ലീഡർഷിപ്പ് പൊസിഷൻ ഈസ് നോട്ട് ആൻ ആർമി ജനറൽ അതോറിറ്റി. എന്താ ആർമി ജനറൽ എന്നറിയാമോ? ചില ഭർത്താക്കന്മാരുടെ പോക്ക് കണ്ടാൽ ഏതോ മിലിറ്ററി ലീഡ് ചെയ്ത് പോകുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ് പുള്ളി അറ്റൻഷൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറയുന്നത് പോലെ പറയുന്ന സമയത്ത് പറയുന്നിടത്ത് വെച്ച് പറയുന്ന കാര്യം സാധിക്കണം, അല്ലെ? അതാണ് മിലിറ്ററി ജനറൽ പൊസിഷൻ. ഭാര്യയുടെ കാര്യങ്ങൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. എന്തറിഞ്ഞാൽ മതി? നമ്മുടെ കാര്യം. നമുക്ക് ചാപ്പാട് വേണം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണം, നമുക്ക് വേണ്ടുന്നതല്ല. ഭാര്യയുടെ ഒരു കാര്യവും നോക്കാതെ നമ്മൾ മിലിറ്ററി കമാൻഡിംഗ് ആയിട്ട് നിന്നുകൊണ്ട്, പുരുഷൻ കമാൻഡിംഗ് ആയി നിന്നുകൊണ്ട് ആർമി ജനറൽ പൊസിഷൻ വീട്ടിലെടുക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇത് മോർ ഓഫ് എ പാർട്ണർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥമുണ്ട്. ഇറ്റ്സ് മോർ ഓഫ് എ ഗൈഡ് ആൻഡ് ഡയറക്ടർഷിപ്പ്. വീടിനെ ഗൈഡ് ചെയ്യുക, വീടിനെ ഡയറക്റ്റ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൽ ഗൈഡ് ചെയ്യുക, പറയുക, ഡയറക്റ്റ് ചെയ്യുക. ഒരു കുടുംബത്തെ നന്നായി, അതിനെന്തൊക്കെ വേണമെന്നറിയാം? നന്നായിട്ട് കഴിയണമെങ്കിൽ എന്താ വേണം? തിരുവചനം പറയുന്ന ഒരു കാര്യമുണ്ട്, വിവേകം വേണം. വിവേകം. അതെന്താ വിവേകം എന്ന് പറയുന്നത്? പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറയുന്നത് കുറെ അറിവ് നേടുന്നതല്ല. കുടുംബം എങ്ങനെ നടത്തുക? ചില ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒത്തിരി പുസ്തകം വാങ്ങിച്ചു വായിക്കും. കല്യാണം കഴിച്ചാൽ എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത്? തല മൊത്തം ഈ അറിവ് കൊണ്ടാണ് പോകുന്നത്. കൂട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സെയിം പ്രായത്തിലുള്ള പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കത്തോലിക്ക സഭയുടെ ഒരു പ്രിൻസിപ്പിൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ പോകുന്നവരെ മാത്രമേ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. കാരണം ശരിയായ ഇൻഫർമേഷൻ അവർ കിട്ടിയിരിക്കണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ച് തല അറിവ് കൊണ്ട് ചീർപ്പിച്ച് വളരെ എക്സ്പെക്ടേഷനോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെല്ലുമ്പോൾ ദാ കിടക്കുന്നു തദായിവ. വായിച്ചതൊന്നും ശരിയല്ല, അറിഞ്ഞതൊന്നും കൂട്ടുകാർ പറഞ്ഞ സ്വഭാവമുള്ള പെങ്കൊച്ചേ അല്ല. ഈ ഒരു പരുവം വരുമ്പോഴാണ് അന്ന് തൊട്ട് അബദ്ധമാണല്ലോ പറ്റിയത് എന്ന ചിന്ത കൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് ദൈവവചനം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. വിവാഹ ജീവിതം അത് ഒരു നല്ല അറിവോടുകൂടെ, തിരുവചനത്തിന്റെ അറിവോടുകൂടെ, ഭാരമെടുക്കാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടെ മാത്രമേ. ഇത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് it demands tenderness and kindness, warm demonstrative love relationship. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമുക്ക് സ്നേഹം എന്ന് പറയുന്ന മലയാളി ഞാൻ ഉൾപ്പെടെ ഈ പഠിപ്പിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് സ്നേഹം ഭയങ്കര ഭാര്യമാരോട് സത്യം പറയണം. സഹോദരിമാരോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം. എന്നാൽ എന്തോ കൾച്ചറൽ ഓറിയന്റേഷൻ ആണോ എന്തോ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ വിവാഹത്തിൽ it demands demonstration of our love. നമ്മുടെ സ്നേഹത്തിന്റെ പ്രദർശനം സഹോദരിമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ ഓരോ കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ
ബെഡ്റൂമിൽ മാത്രമുള്ളതല്ല, പബ്ലിക്കിൽ പരസ്യമായിട്ട് TV കാണുന്നിടത്ത്, ആഹാരം കഴിക്കുന്നിടത്ത്, കുക്ക് ചെയ്യുന്നിടത്ത്. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യാറുണ്ടോ. അടുക്കളയിലൊക്കെ ഒന്ന് കയറുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ പാത്രം, പണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഭാര്യമാര് പണ്ട് ജോലിക്കേ പോയിരുന്നില്ല, വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് നടന്ന അച്ഛന്മാര്, ചുറ്റുപാടുമുള്ള കൃഷിയൊക്കെ ചെയ്ത് നടന്ന പ്രിയപ്പെട്ടവര്, വേലക്കാർക്കും അച്ചായനും വേണ്ടി കുക്ക് ചെയ്യുന്ന ഭാര്യയാണ് കണ്ടിരുന്നത്. അന്ന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് വീടിനകത്ത് സകല ഉത്തരവാദിത്വവും ആരേറ്റെടുത്തു? ഭാര്യ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് 128-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, അല്ലെ? എന്നാൽ ഭാര്യയ്ക്ക് ഒരു ജോലിയും ചെയ്തുകൂടെ. അതേ കൺസെപ്റ്റാണ് അച്ഛന്മാർ മനസ്സിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിലിരിക്കാൻ ഭാര്യമാരെ അനുവദിക്കണം. അപ്പൊ അതുകൊണ്ട് ഡെമോൺസ്ട്രേറ്റീവ് ലവ്, we express our love relationship, നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കുക. അത് ലീഡർഷിപ്പിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ വാക്കുകൾ നിർത്തുന്നതിന് മുൻപേ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെല്ലാവരും അല്പം പുറകോട്ടാണ്. എന്നാൽ ഭാര്യയോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച ഒരു പുരുഷനെ വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. ആരാണെന്നറിയാമോ? എൽക്കാന. പലരുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് വിഷമിച്ച് കലങ്ങി പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട്, 1 ശമൂവേൽ 1:8 നിരാശപ്പെട്ട് വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് എന്ന് ഒന്ന് തട്ടി ഹന്നയോട് പറയുക, നിനക്ക് 10 പുത്രന്മാരെക്കാൾ. കാരണം അവളുടെ പ്രശ്നം എന്താ? പുത്രന്മാരില്ല. അപ്പം അടുത്ത് നമ്മൾ ആരെങ്കിലും എന്ത് ചെയ്തറിയാമോ? അവള് വിഷമിക്കുന്നുണ്ട്, അയ്യോ കഷ്ടം, വേദനയ്ക്ക് അവളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുകയാണ്, അയ്യോ കഷ്ടം. അവക്ക് അപ്പോൾ നമുക്ക് വിഷമമുണ്ട് ഉള്ളില്. നമ്മളത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ വർക്കിലേക്കോ ഓഫീസ് റൂമിലേക്കോ ഒക്കെ കയറും. പക്ഷെ എൽക്കാന ചെയ്തെന്താണെന്ന് അറിയാമോ? അടുത്ത് ചെന്നിരുന്നിട്ട് ഹാനയുടെ ഷോൾഡറിലൊക്കെ ഒന്ന് തട്ടി ഹാനയോട് പറയുകയാണ്, നിനക്ക് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാ നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ അവളുടെ ഫീലിങ്ങിനെ മനസ്സിലാക്കിക്കൊണ്ട്, അവളുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുക, ആ സ്നേഹം പ്രദർശിപ്പിക്കുക, അത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന, എന്ന് പറഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ്. ഞാൻ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ ഉത്തരവാദിത്വം കൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ പുരുഷന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന കാര്യം ഒന്ന് എന്താണെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞു സ്നേഹം. ലീഡർഷിപ്പിലെ 1ാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു സ്നേഹം, അല്ലെ? നമ്മൾ പറഞ്ഞ് സ്നേഹിക്കണമെന്ന് പറഞ്ഞു, അല്ലെ? 2 ലീഡർഷിപ്പ് ഇൻവോൾവ്സ് 2 അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഓണം. സ്ത്രീയെ ബഹുമാനിക്കണം. എന്തോ ഭാഷയായി പറഞ്ഞു പഠിപ്പിക്കുന്നു. ഭാര്യയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിബ്ലിക്കല. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പേ. എന്താ കൊടുക്കണമെന്ന്? ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം ചൈയും കെട്ടി കസേരയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല. വേദപുസ്തകത്തിൽ ഈ വാക്യം നമ്മൾ പുരുഷന്മാർ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ മറച്ചു വെച്ചോ എന്നൊരു സംശയം. ബഹുമാനം എപ്പോഴും പുരുഷന്മാർക്ക് മാത്രം ഡിമാൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മള്. പത്രോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ആർക്കൂടെ മാനം കൊടുക്കണം? സ്ത്രീ.
സ്ത്രീയെ ബഹുമാനിക്കണം. ഇപ്പൊ ലീഡർഷിപ്പിൽ ഉൾപ്പെടുന്ന കാര്യമാണ്